ഹലോ, ഞാൻ അശ്വതി. എല്ലാവർക്കും ഡി ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നൊരു വിശേഷമുണ്ട് കേട്ടോ. ഇന്നിതാ വിധുക്കുട്ടനും അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും വിഷ്ണുവും വിജിയും ഒക്കെ വന്നിട്ടുണ്ട് കോട്ടയ്ക്കുന്ന്. തൊടുപുഴയ്ക്ക് അവർ വന്നിട്ട് ഒത്തിരി ആയിരുന്നു കേട്ടോ. ഇന്നലെ എന്ന് വെച്ചാൽ ശനിയാഴ്ച രാത്രിയാണ് അവരെത്തിയത്. ഇതിപ്പോൾ ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ. അപ്പോൾ അത് തന്നെ ഇന്നങ്ങ് പലഹാരമാക്കി കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല പോളിംഗ് ആയിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഒക്കെ എൻ്റെ സാമ്പാർ നല്ല ഇഷ്ടമാണേ. അതുകൊണ്ട് അറിഞ്ഞ് ഞാൻ സാമ്പാർ തന്നെ അങ്ങ് ഉണ്ടാക്കും. പിന്നെ ഇതാ ഉച്ചയ്ക്കുള്ള വിഭവങ്ങളാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്. നല്ലൊരു കോഴിക്കറിയും നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കോഴിക്കറിയും പിന്നെ ഇതാ പോർക്ക് റോസ്റ്റും. പോർക്ക് എല്ലാവരും കഴിക്കില്ല കേട്ടോ, എന്നാലും ഇവിടം വരുമ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചു ഉണ്ടാക്കി. പിന്നെ ഇതാ കറിയും ഒരുവിധമൊക്കെ തയ്യാറായിട്ട് വരണു. അങ്ങനെ ആ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക എൻ്റെ ആദിക്കുട്ടിക്ക് ചെറുതായിട്ടൊരു കോൾഡും ഒരു പനിയുടെ ഒരു കോളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതാ ഉണ്ണിയേട്ടൻ ആദിക്കുട്ടീനേറ്റ് ഹോസ്പിറ്റലിൽ പോയിരിക്കുവാണ്. വലിയ കുഴപ്പമൊന്നുമില്ല ആൾക്ക്, ജസ്റ്റ് കാഷ്വാലിറ്റി കാണിച്ചിട്ട് ആൾ കൊണ്ടുവരും. അങ്ങനെ എൻ്റെ വിഭവങ്ങൾ ഉച്ചയ്ക്കുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മപ്പാസ് വയ്ക്കില്ലേ, അതുപോലെയുള്ള ചിക്കൻ കറിയാണിത്. നമ്മുടെ നാടൻ കോഴിക്കറി. പിന്നെ നല്ല നെയ്ച്ചോറും കൂടെ അങ്ങ് ഉണ്ടാക്കി. അതാവുമ്പോൾ ഇങ്ങനെ കറി വെച്ചാൽ പിന്നെ ഇപ്പം നെയ്ച്ചോറിനും എടുക്കാം, പിന്നെ രാത്രി ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കിയാൽ അതിലേക്കും ഈ കറി സെറ്റാ. അതാണ് ഐറ്റം. പിന്നെ ഇതാ എൻ്റെ നെയ്ച്ചോറാണ് ഇതമ്മ പൊട്ടിച്ചെടുക്കുന്ന പോലെ പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അതും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും കൂടെ ഇതുപോലെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഏകദേശം ഒരു വർഷം ആവാറായി കേട്ടോ. കഴിഞ്ഞ ഒക്ടോബറിൽ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ് കളിയാക്കിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒക്ടോബറിലേക്ക് ശരിക്കും ആനിവേഴ്സറി ആഘോഷിക്കായിരുന്നു, ഒരു വർഷം തികയുന്നതിൻ്റെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കി പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ പെട്ടെന്നൊരു വരവുണ്ടായത്. അതേതായാലും നന്നായി. സാറ്റർഡേ ഇവർ ശനിയാഴ്ച ഏകദേശം 12 മണിയായി എത്തിയപ്പോൾ, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വന്നതും എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു, പിന്നെ അവധിയല്ലായിരുന്നോ, അതുകൊണ്ട് നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവരെത്തിയപ്പം 12 മണിയായും ചെയ്തു. പിന്നെ കിടന്നുറങ്ങി. എന്നിട്ട് ഇന്ന് രാവിലെയാണ് എല്ലാവരും ഒന്ന് ഉഷാറായി വന്നത് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ ചെറുതായിട്ട് പാർക്കിലൊക്കെ ഒന്ന് പോവാം എന്ന് വിചാരിച്ചു. ആദിക്കുട്ടനെ വിധുക്കുട്ടനെ അവിടെയൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കുട്ടികളെയും കൊണ്ടൊന്ന് പോവാമെന്ന് വിചാരിച്ചു. ആദിക്ക് വയ്യാത്ത ആട്ടോ. പിന്നെ എൻ്റെ ഈ കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ഈയിടെയായിട്ട് വ്യൂസൊക്കെ വളരെ കുറവാണ്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. തുടക്കക്കാർക്ക് ഇങ്ങനെയൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയല്ലേ ഒരുപാട് നല്ല നല്ല വ്ളോഗേഴ്സൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിലൊരാളാവാൻ എനിക്കും ഭാഗ്യമാവട്ടെ. പിന്നെ ഞാൻ എൻ്റെ ഈ മിനി വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് ഞങ്ങളുടെ പാർക്കിലെത്തി വിധുക്കുട്ടനേറ്റൊക്കെ കളിച്ച് ഞങ്ങൾ രാത്രി എൻജോയ് ചെയ്ത് തിരിച്ചെത്തിട്ടോ.